നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അച്ഛനെ മാത്രമേ കണ്ണി പിടിക്കൂ. വേറെ ചിലർ ഇവിടെ നിപ്പുണ്ട്. എനിക്ക് അവരെയാണല്ലോ കൂടുതൽ പരിചയം, അതുകൊണ്ട്. ആരാ മോളെ ചീഫ് ഗസ്റ്റ്? ചീഫ് ഗസ്റ്റ് എന്ന് പറഞ്ഞാ അത്രയും പ്രധാനപ്പെട്ട ഒരാളാ. പത്മ ടീച്ചർ ഇന്നത്തെ ചീഫ് ഗസ്റ്റ്. ടീച്ചർ വന്നിട്ടേ കേക്ക് മുറിക്കുള്ളൂ. സത്യം പറഞ്ഞ പിറന്നാള് നടത്താൻ മോള് വാശി പിടിച്ച തന്നെ പത്മ ടീച്ചറെ ക്ഷണിക്കാൻ വേണ്ടിട്ടാ. മോൾക്ക് അത്രയ്ക്ക് ഇഷ്ടമാ ടീച്ചറിനെ. മോക്ക് മാത്രല്ല, അച്ഛനും ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാ. ചീഫ് ഗസ്റ്റ് അവളിങ്ങ് വരട്ടെ, അവക്കുള്ള പണി ഞാൻ കൊടുത്തോളാം. തരട്ടെ? നിത്യമ്മ വെള്ളം. മോനിവിടെ ഇരിക്കെ. അമ്മേ, കല്യാണിന്റെ പിറന്നാളിന് പോണ്ടേ? അയ്യോ, അമ്മ ഇത് മറന്നുപോയല്ലോ മോനെ. നമുക്ക് അമ്മൂമ്മയോട് പറയാം. അത് പറ്റില്ല. കല്യാണിന്റെ പിറന്നാളിന് അമ്മ തന്നെ പോണം. അവൾക്ക് വലിയ സന്തോഷാവും അമ്മേ. മോന് സുഖമില്ലാത്ത കാര്യം ഹരിയങ്കളിനും കല്യാണിക്കൊക്കെ അറിയാവുന്നതല്ലേ. മോനില്ലെങ്കിൽ അമ്മയും പോകുന്നില്ല. നമുക്ക് അമ്മൂമ്മയെ തന്നെ പറഞ്ഞുവിടാം. മോനെ മരുന്ന് കഴിച്ചേ. അമ്മേ, അമ്മ വേഗം ഒന്ന് ചെന്ന് റെഡിയാക്കിയേ. എന്തിന്? കല്യാണിമോളുടെ പിറന്നാളല്ലേ, ആരും ചെന്നില്ലെങ്കിൽ എങ്ങനെയാ? നിത്യാമ്മയുടെ പോവാൻ ഞാൻ പറഞ്ഞതാ, കേക്കുന്നില്ല ഒന്നേ. അമ്മ പോയാ മതി. കുറച്ചു നേരം അവിടെ നിന്നിട്ട് ഇങ്ങ് പോര്. എനിക്കിന്ന് നേരം വെളുത്തപ്പം മുതല് വല്ലാത്തൊരു തലവേദന മോളെ. അവിടെ ബഹളത്തിന്റെ ഇടയിൽ പോയി നിന്നാ അത് കൂടും. ഞാനിവിടെ മോന്റെ അടുത്തിരുന്നോളാം. മോളെന്നങ്ങോട്ട് ചെല്ലും. അയ്യോ, അത് ശരിയാവില്ലമ്മേ. അതെന്താ ശരിയാവാത്തത്? അവിടെ വെറുതെ ഒരാളായിട്ട് ചെന്ന് നിന്നാ പോരല്ലോ. എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുക്കാൻ പറ്റണ്ടേ? എന്നെ കൊണ്ടത് പറ്റാത്തത് കൊണ്ടാ നിന്നോട് പോവാൻ പറഞ്ഞത്. ഈ അമ്മയുടെ ഒരു കാര്യം. ചെല്ലമ്മ, എന്നിട്ട് കല്യാണിനോട് പറയണം അവളുടെ അടുത്ത പിറന്നാളിന് നമുക്കെല്ലാവരും കൂടി അടിച്ചു പൊളിക്കാന്ന്. അമ്മ ചെല്ലുമ്പോ അവൾക്ക് സന്തോഷാവും. മോള് പെട്ടെന്ന് റെഡിയാവും. പോ. ശരി. അമ്മയും ഹരിയങ്ങളും കല്യാണം കഴിക്കാൻ പോവല്ലേ? അപ്പൊ കല്യാണിന്റെ ബർത്ത്ഡേക്ക് രണ്ടാളും ഒരുമിച്ച് നിക്കട്ടെ, അല്ലേ അമ്മമ്മേ? ആയിക്കോട്ടെ. ഫാൻസി ഡ്രസ്സിന് ആദ്യക്കായിരുന്നു ഫസ്റ്റ് കിട്ടേണ്ടത്. ഞാനൊരു സൂത്രം ഒപ്പിച്ചോണ്ടാ ആദ്യക്ക് സെക്കൻഡ് ആയത്. ഞാൻ അവനോട് സോറി പറഞ്ഞു, ടീച്ചറോടും പറഞ്ഞു. എന്നിട്ട്
എന്നിട്ട് ആദ്യം ടീച്ചർക്കും കല്യാണം ഒരു വഴക്കില്ലേ? ഇല്ല ഇല്ല, ഇപ്പൊ എനിക്ക് പത്മ ടീച്ചർ എന്ന് പറഞ്ഞ ജീവനാ. എന്നെ ടീച്ചറിന് എന്തു ഇഷ്ടാന്നറിയോ? കല്യാണി, ആ ടീച്ചറേ, many many happy returns of the day. താങ്ക് യു ടീച്ചർ. എന്തുപറ്റി മോളെ? ഒന്നുമില്ല. അമ്മ ഉമ്മ വെച്ചപ്പോ, അല്ല ടീച്ചർ ഉമ്മ വെച്ചപ്പോ സന്തോഷം കൊണ്ട് ആദി വരില്ലേ? അവൻ സുഖമില്ലാതെ കിടക്കല്ലേ, പിന്നെ എങ്ങനെയാ അവൻ വരുന്നേ? കേക്ക് മുറിക്കലൊക്കെ കഴിഞ്ഞ് നമുക്ക് ആദ്യക്കൂട്ടിന്റെ അടുത്തേക്ക് പോവാം. ഓക്കെ? അച്ഛനെവിടെ മോളെ? അച്ഛൻ അടുക്കളയിലുണ്ട്. അച്ഛനെ മാത്രമേ കണ്ണി പിടിക്കൂ. വേറെ ചിലർ ഇവിടെ നിപ്പുണ്ട്. എനിക്ക് അവരെയാണല്ലോ കൂടുതൽ പരിചയം, അതുകൊണ്ട്. മാത്രമല്ല കാലിന് സുഖമായി വീണ തിരിച്ചു പോയിട്ടുണ്ടാവുന്ന ഞാൻ കരുതി. ഓ, എന്നെ പെട്ടെന്ന് പറഞ്ഞുവിടാൻ തിടുക്കുവാണല്ലേ? അങ്ങനെ പെട്ടെന്നൊന്നും എന്നെ പറഞ്ഞുവിടാന്ന് നീ കരുതണ്ട. മോളുടെ ബർത്ത്ഡേ ആണ്, അതുകൊണ്ട് നല്ല കാര്യങ്ങൾ സംസാരിക്കാം നമുക്ക്. കല്യാണി മോളെ, ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. വളർത്തുന്നവന്റെ അഹങ്കാരം മുഴുവനായിട്ടും കിട്ടിയിട്ടുണ്ട്. വൈകാതെ ഞാനത് തീർത്തു തരാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.